ശ്രീ ഗോപകുമാറാണ് ചെറുപ്പളശ്ശേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഗോപകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ കേരളത്തെ ലക്ഷ്യമിട്ട് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതിന് പിന്നിൽ എന്താവും? നമസ്കാരം. നമസ്കാരം. എന്തായാലും ഞാൻ ഇന്നത്തെ ഒരു ക്യാപ്ഷൻ ഇന്ന് എടുക്കണ്ടാവുക അതിന്റെ തീർച്ചയായിട്ടും അതിന്റെ ഫുള്ള് ഇത് ന്യൂസ് 18 ചാനലിൽ തന്നെയാണ്. അല്ലാന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ ഒരു ആക്രമണം, ആരോഗ്യമന്ത്രി ആക്രമിച്ചു പറഞ്ഞിട്ട് വലിയൊരു ശ്രീ ഗോപകുമാർ, അത് ഇനി പലരും അത് ആഗ്രഹിക്കുന്നുണ്ടാവും, ആ വിഷയം തന്നെ ചർച്ച ചെയ്യണമെന്ന്. ആ വിഷയം നമ്മൾ അത്തരം ഒരു ചർച്ചയിലേക്ക് കടക്കാതിരിക്കാനുള്ള ഒരു കാരണം കൂടി, ഈ ആരോഗ്യമന്ത്രിയുടെ നേരെ ഉണ്ടായ ആക്രമണത്തിൽ ആരോഗ്യമന്ത്രിയെ KSU പ്രവർത്തകർ ആക്രമിച്ചിട്ടില്ല എന്ന് കോൺഗ്രസ്സുകാർ അവകാശപ്പെടുന്നു. ആക്രമിച്ചിട്ടുണ്ട് എന്ന് ഉള്ളത് ആരോഗ്യമന്ത്രിയും ഇടതുപക്ഷവും അവകാശപ്പെടുന്നു. ദൃശ്യങ്ങൾ കുറേയൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ആക്രമിച്ചിട്ടുണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും കൃത്യമായി നമുക്ക് പറയാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. അത്ര ശാസ്ത്രീയ പരിശോധനകളും കാര്യങ്ങളും ഒക്കെ ഇനിയും വരേണ്ടതാണ്. അങ്ങനെ നമുക്ക് ഇനി ആക്രമിച്ചിട്ടുണ്ടോ ഇല്ലയോ, ഒരാൾ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നതിനപ്പുറത്തേക്ക് അയാൾ കള്ളം പറയുകയാണോ, അല്ലെങ്കിൽ ഇവർ ആക്രമിച്ചിട്ട് യഥാർത്ഥത്തിൽ ആ ദൃശ്യത്തിൽ കാണാതെ പോയതാണോ, അത്തരം വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ആധികാരികമായി ഇപ്പോൾ പറയാൻ കഴിയുന്ന ഒരു അവസ്ഥയില്ല. അപ്പോൾ ഒരു ജനങ്ങൾക്ക് വേണ്ടി അത് ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തരും അവരുടെ ആക്രമിച്ചെന്നും ആക്രമിച്ചില്ലെന്ന് രണ്ടഭിപ്രായം പറയാനല്ലാതെ ഏതാണ് ശരി തെറ്റ് എന്ന് നമുക്ക് പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്തൊരവസ്ഥ നിലവിൽ എന്തായാലും ഉണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഞങ്ങൾ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വിഷയം വന്നപ്പോൾ ആ വിഷയത്തിലേക്ക് കടന്നത്. തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ അതാ പറഞ്ഞത്, അത് തീരുമാനിക്കാനും അതിൻ്റെതായിട്ടുള്ള ടേക്ക് എടുക്കാനും ന്യായമായും ഉണ്ട് ന്യൂസ് 18. ഇതെടുത്തതിന് കുഴപ്പമില്ല. ഇതിപ്പോ അത്രയും വലിയൊരു വിഷയമായിട്ട് എനിക്ക് എന്റെ ഇൻഡിവിജ്വൽ ഒരു അഭിപ്രായമാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഈ മറ്റേ സിനിമ ഒരു സെൻസർ ബോർഡ് എന്ന് പറഞ്ഞ സംഭവം ഇവിടെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്, സെൻസർ ബോർഡ്. ആ സെൻസർ ബോർഡിന്റെ ഒക്കെ മേലെ ഹൈക്കോടതി ഇരുന്ന് തീരുമാനിക്കുകയാണ് ഇത് വർഗീയത പറയുന്ന സിനിമയാണ്, അതുകൊണ്ട് ഈ സിനിമ ഇപ്പൊ റിലീസ് ചെയ്യണ്ട. എന്നിട്ട് ഈ സിനിമ ഇനി റിലീസ് ചെയ്യത്തേ ഇല്ലേ? അതാണ് എന്റെ ഒരു ഡൗട്ട്. വർഗീയത പറഞ്ഞിട്ടില്ലേ കേരളത്തിൽ? നമ്മുടെ മുഹമ്മദ് മഞ്ചേരി നേരത്തെ വിളിച്ച് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, ഞാൻ അദ്ദേഹം പറയുന്നത് ഞാൻ ശ്രദ്ധിക്കലുണ്ട് എപ്പോഴും. ഇന്നിപ്പോ മൂപ്പർ പറഞ്ഞ മുഹമ്മദ് മഞ്ചേരി പറഞ്ഞ് കേരളത്തിൽ ആരും അങ്ങനെ വർഗീയത പറഞ്ഞിട്ടോ വർഗീയത ചെയ്തിട്ടോ ഒന്നും ഒരാളും നേടാൻ പോകുന്നില്ല, ഒന്നും ഒരാൾ പറയുന്നുമില്ല. വർഗീയത കേരളത്തിൽ പറഞ്ഞിട്ടേ ഇല്ലേന്ന്. അങ്ങനെയല്ല ശ്രീ ഗോപകുമാർ, കേരളത്തിൽ വർഗീയത പറയുന്ന ഒരുപാട് പേരുണ്ട്, കേരളത്തിൽ വർഗീയത പറഞ്ഞിട്ടുണ്ട്, വർഗീയ കലാപമുണ്ട്. പക്ഷേ മറ്റേത് നാടിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴും കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ പരിഗണിക്കാതെ സൗഹൃദങ്ങൾ പുലർത്തുകയും ഒരുമിച്ച് ജീവിക്കുകയും ഒരുമിച്ച് പരസ്പരം ഉത്സവങ്ങളിൽ പങ്കെടുക്കുകയും ആഘോഷവേളകൾ പങ്കെടുക്കുകയും അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ തന്നെ ജാതിയുടെ വ്യത്യാസമില്ലാതെ ആളുകൾ ഒരേപോലെ ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന നാടാണ്. അതിൽ ദോഷങ്ങളില്ല എന്നോ അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ചകളില്ല എന്നോ അല്ല, മറ്റ് നാടുകളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട നാട് തന്നെയാണ് കേരളം. മറ്റേ അത്